ഡൽഹിയിലെ റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഡൽഹി മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ മാളവ്യ നഗറിലെ ഹോട്ടലിൽ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയർന്നു. മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഒന്നിലേറെ നിലകളുള്ള ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിൽ തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം. അതേസമയം 9:45ഓടെയാണ് തീപിടുത്തത്തെക്കുറിച്ച് വിവരം ലഭിച്ചതെന്ന് ഡൽഹി ഫയർ സർവീസ് അധികൃതരും പറഞ്ഞു. അപകടമുണ്ടായത് ചട്ടം ലംഘിച്ച് പണിത കെട്ടിടത്തിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് മൂലമെന്നാണ് പ്രാഥമിക നിഗമനം. റെസ്റ്റോറന്റിൽ നിന്നാണ് തീ പടർന്നതെങ്കിലും 5 നില കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ മരിച്ചവരിൽ മിക്കവരും വിദേശികളാണെന്നാണ് സ്ഥിരീകരണം. അതേസമയം വിദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തീപിടുത്തമുണ്ടായ ഹോട്ടലിന്റെ മുകളിലത്തെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ നിരവധി പേർ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടിയാണ് രക്ഷപ്പെട്ടത്. തീപിടുത്തത്തിന്റെ ഭീകരത വെളിവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പ്രദേശവാസികൾ റോഡിൽ വിരിച്ച മെത്തകളിലേക്കാണ് ഇവർ ചാടിയത്. താഴേക്ക് വീണ ഇവരെ പ്രദേശവാസികൾ ഓടിയെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. മുകളിലത്തെ നിലകളിൽ കുടുങ്ങിയ നിരവധി പേർ ഇത്തരത്തിൽ രക്ഷപ്പെട്ടതായി വിവരം. ഇടുങ്ങിയ വഴികളാൽ ചുറ്റപ്പെട്ട ഹൌസിറാണി മേഖലയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25 മുറികളുള്ള ഹോട്ടലിൽ 40ഓളം അതിഥികൾ താമസിച്ചിരുന്നുവെന്നാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് എത്തിയ വിദേശ പൗരന്മാരാണെന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ദാരുണമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകും. മരിച്ച ഓരോ വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് PMNRF-ൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.